ഹലോ, നമ്മൾ വന്നിട്ട് കുറച്ചു നേരമായി. വിക്രം മൗനത്തിലാണ്. എനിക്ക് ബോറായി തുടങ്ങി. അതാണ്, കുറച്ചു നേരത്തെ ഒരാളുടെ മൗനം വരെ ശ്യാമിന്റെ മനസ്സിനെ വിരസമാക്കുന്നു. ശ്യാമേ, കുറെ ദൂരം കുറെ നാളുകൾ ഒരാൾക്കൊപ്പം നടന്നിട്ട് ഒറ്റയ്ക്ക് തിരികെ നടക്കേണ്ടി വരുമ്പോ ചങ്കലൊരു പിടച്ചിലാണ്. ശ്യാം അനുഭവിച്ചിട്ടുണ്ടോ അത്? സാഹിത്യമോ ഫിലോസഫിയോ ഏതായാലും രണ്ടും കേട്ടിരിക്കാനുള്ള മൂഡില്ല എനിക്ക്. താനെന്തായാലും കാര്യത്തിലേക്ക് വാ. എന്നെ എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്? ശരി, ഞാൻ കാര്യത്തിലേക്ക് വരാം. വർഷ മരിച്ചിട്ടില്ല. ഞാൻ വർഷ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ശ്യാമിനെന്താ ഒരു ഞെട്ടലും വരാത്തത്? വർഷ മരിച്ചെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാനത് അറിഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഞെട്ടും? വർഷ ഞാൻ കണ്ടു. അല്പം കൂടി വ്യക്തമായിട്ട് പറഞ്ഞ എന്റെ വർഷയെ പോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. എന്നിട്ട് ഈ ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. എന്നിട്ടും അവളുടെ ഓഫീസ് കണ്ടെത്തി ഞാൻ ഓഫീസിലേക്ക് ചെന്നു. പക്ഷെ വർഷയാണെന്ന് അവൾ സമ്മതിക്കുന്നില്ല. അവളുടെ പേര് അമ്മു എന്നാണത്രേ. വിക്രം എന്ന് പറയുന്ന എന്നെ അവള് ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നോട് യാതൊരു പരിചയവും കാണിക്കുന്നില്ല. ഇത് കേട്ടപ്പോ ശ്യാമിന് തന്നെ ടെൻഷനായി. അപ്പോ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷ അപ്പോ വിക്രമിന്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞു. ശ്യാമേ, ശ്യാമെന്താ ആലോചിക്കുന്നത്? ശ്യാം എന്നൊന്ന് സഹായിക്കണം. ശ്യാമിന്റെ ക്ലാസ്മേറ്റ് സുഹൃത്തായിരുന്നല്ലോ വർഷ. ശ്യാമിനെ ഒറ്റ നോടത്തി ചിലപ്പോ വർഷ തിരിച്ചറിയാൻ പറ്റും. അത് എനിക്ക് ഈ കാര്യത്തില് ശ്യാമിനോടല്ലാതെ മറ്റാരോട് സഹായം ചോദിക്കാൻ പറ്റില്ല. ശ്യാം, പ്ലീസ്. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ വിക്രമിന് ചെയ്തു തരാം. മതി, അത് മതി. കുടിക്കാം.